ശരി, എല്ലാവരും മിണ്ടാതിരുന്നേ അവിടെ. കവിൻ, നീ ഇത്ര പെട്ടെന്ന് നല്ല കുട്ടിയായിട്ട് പഠിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോ സന്തോഷം വരുന്നുണ്ട് ശരിക്കും. പക്ഷെ പഠിക്കുന്നെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിക്കാൻ നോക്കണ്ട. പഠിക്കുന്നുണ്ടെങ്കിൽ വളരെ സിൻസിയർ ആയിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. അതുപോലെ എക്സാമിന്റെ തലേദിവസം അല്ല പഠിക്കേണ്ടത്. വർഷം മുഴുവൻ പഠിത്തത്തില് ഇതുപോലെ ഇൻവോൾവ് ആയിട്ടിരുന്ന് എന്റെ കയ്യിൽ നിന്ന് പണിഷ്മെന്റ് വാങ്ങാൻ നിൽക്കരുത്, കേട്ടല്ലോ? അതിന് ചാൻസ് ഇല്ല മിസ്. അയ്യോ അമ്മേ, എന്താ പറ്റിയേ? അത് വേറെ ഒന്നുമല്ല മിസ്, ഇവന്റെ അമ്മ എന്നെ പോലെ പഠിക്കാൻ പറഞ്ഞു. ശരി ശരി, എല്ലാവരും ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നോട്ട് എല്ലാം ടേബിളിൽ കൊണ്ടുവച്ചിട്ട് നമുക്ക് പഠിക്കാൻ തുടങ്ങാം. എന്താടാ നീ കാണിക്കുന്നേ? എടാ വിശക്കുന്നത് പോലെ തോന്നണ. ഇപ്പോഴല്ലടാ നീ വീട്ടിൽ നിന്നുകൊണ്ടുവന്ന ബിസ്ക്കറ്റും റസ്ക് ഒക്കെ തിന്നത്. വീണ്ടും വിശക്കുന്നോ? അതേടാ, ഭയങ്കരായിട്ട് വിശക്കുന്നടാ. വയറ്റിന്റെ അകത്ത് പൂച്ചക്കുട്ടി ഓടുന്ന പോലെ തോന്നടാ. കുറുകുറു സൗണ്ട് ഒക്കെ കേക്കുന്നുണ്ടടാ. ശരി, കുറച്ചു നേരം ക്ഷമിക്ക്. ഒരു 2 പീരീഡും കഴിഞ്ഞാ ലഞ്ച് ബ്രേക്ക് അല്ലേ, ആ സമയത്ത് കഴിക്കാം. അതുവരെ എനിക്ക് വിശപ്പ് താങ്ങാൻ പറ്റില്ലടാ. ബോധം കിടന്നത് പോലെ തോന്നടാ. നിക്കട, ഞാൻ ഒന്ന് മണം പിടിക്കട്ടെ. ആരുടെങ്കിലും കയ്യില് നല്ല ഭക്ഷണം ഉണ്ടെങ്കി നമുക്കെടുത്ത് കഴിക്കാടാ. എടാ കവിനെ, നിലയുടെ ലഞ്ച് ബോക്സിൽ വെജ് ബിരിയാണി ഉണ്ടടാ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്കത് അടിച്ചു മാറ്റിയാലടാ. എങ്ങനെയാ നോക്കാതെ കണ്ടുപിടിച്ചത്? എനിക്ക് സ്പെഷ്യലായിട്ട് മണം പിടിക്കാനുള്ള ശക്തി ഉണ്ടടാ. ഭക്ഷണം എവിടെയാ ഉള്ളതെന്ന് മൂക്ക് കണ്ടുപിടിച്ച് അതേതാ ഭക്ഷണം, എത്ര ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാം എനിക്ക് പറഞ്ഞു തരും. അങ്ങനെയാണോടാ? അതേടാ. നില നിന്നെ നോക്കി ചിരിച്ചില്ലേ? അവൾക്കുള്ള പണിഷ്മെന്റ് ആടാ ഇത്. അവളുടെ കയ്യിലുള്ള ടിഫിൻ ബോക്സ് നീ അടിച്ചു മാറ്റി കൊണ്ടുവാ. മിസ് നമ്മളെ നോക്കും. എനിക്കും കൂടി കുറച്ച് താടാ. നീ മൊത്തം കഴിക്കൊന്നും തോന്നൂലോ. എനിക്ക് വിശന്നിട്ടല്ലേ എടുക്കാൻ പറഞ്ഞത്. നിനക്ക് വിശന്ന എനിക്കും വിശക്കില്ലടാ. നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് അല്ലേ. നീ കുറച്ച് കഴിച്ചാ മതി. എന്റെ അച്ഛൻ ചിക്കൻ ബിരിയാണി ഉണ്ടായിക്കൊണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വരട്ടടാ, നമുക്ക് സെക്കൻഡ് റൗണ്ട് നോക്കാം. ആദ്യം ഇത് തീർക്കാം. ശരി മാഡം, ഈ സാരി നോക്കൂ. ഇതാ മാഡം ചോദിച്ച ലേറ്റസ്റ്റ് ഡിസൈൻ. ബോർഡർ സെയിം ആണ്, പക്ഷെ ബ്യൂട്ടിഫുൾ കളറാ. ഇതിന് എന്ത് വിലയോ മോളെ? ഇതൊരു 5650 വരുന്നുണ്ട്. ശരി, ഇത് നിനക്ക് ഇഷ്ടായോ? കുഴപ്പമില്ല, ഇത് ഞാൻ എടുത്തോളാം. ഈ സാരി ഓക്കെയാ, ഇത് ബില്ലിട്ടോളൂ. ശരി, വേറെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ? ഇല്ല, വേറൊന്നും വേണ്ട. ഓക്കെ മാഡം. ചേട്ടാ ചേട്ടാ, ഇത് ബില്ല് ചെയ്ത് കൊടുക്കണേ. ശരി മാഡം.
മേഡം വന്നോളൂ. മാഡം നിങ്ങൾ വാങ്ങിക്കോളൂ. ശരി മോളെ. അല്ല ഇത് ഇഷ്ടായോ? നിനക്ക് ഇഷ്ടമായെങ്കിൽ എനിക്കും ഇഷ്ടമായി. ആ, ഇത് ഈ രണ്ടും രണ്ട് എടുത്തോ, സാരി എനിക്ക് ഞങ്ങൾ കുഴപ്പമില്ല. ആ ഓക്കെ മാം. ഡേവിഡ് സർ നമുക്ക് അങ്ങോട്ട് പോകാം. ഒന്നിങ്ങ് വന്നേ. അതാ വരുന്നു. ഈ സാരി അവരെടുത്ത് ആ, ഇത് ശരി. കൗണ്ടർ കൊടുത്ത് ബില്ലടിക്കും. ആ ശരി, ചെയ്തേക്കാം. എന്താ വിജി, തുടർച്ചയായിട്ട് കസ്റ്റമേഴ്സ് വന്നോണ്ടിരിക്കുകയാണല്ലേ? ആ അതെ. ഇപ്പോഴാ എനിക്കൊരു കസ്റ്റമർ അയാളുടെ വൈഫിന് ഒരു സാരി എടുക്കാൻ വേണ്ടി വന്നേ. റാക്കിലുള്ള മുഴുവൻ സാരി എടുത്തു നോക്കി. 2 സാരി എടുക്കുമ്പോഴേക്കും എന്റെ അമ്മോ എന്റെ കഥ കഴിഞ്ഞു. ഇത് നമുക്ക് പുതിയ കാര്യമാണോ? ആ അതും ശരിയാ. അല്ല യമുന, എന്റെ അമ്മ നിന്നോട് എന്താ സംസാരിച്ചോണ്ടിരുന്നത്? ഇതെന്താ പെട്ടെന്ന് അതൊക്കെ ചോദിക്കുന്നേ? അമ്മ ഇവളെ പറ്റി ചോദിച്ചെല്ലാം പറഞ്ഞ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ലല്ലോ. എന്താ നീ ആലോചിക്കുന്നേ? ഒന്നും ആലോചിച്ചൊന്നുമല്ല. ഇതിൽ ആലോചിക്കാൻ എന്താ ഉള്ളേ? അമ്മ കൂടി വന്ന എന്നോട് എന്താ ചോദിക്കാ? ഞാൻ എങ്ങനെ ഇരിക്കുന്നു, ഇത്ര നാൾ എവിടെയായിരുന്നു, അതൊക്കെ അമ്മയ്ക്ക് എന്നോട് ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ. അത്ര തന്നെ. ഞാനുള്ളപ്പോ നിന്നെ പറ്റി ചോദിച്ചത് എനിക്കറിയാം. ഞാൻ ഇല്ലാത്തപ്പോ എന്താ ചോദിച്ചത്? ഇവള് ചോദിക്കുന്നത് കേട്ടാ ഞാനും അമ്മയെ സംസാരിച്ചത് ഇവള് കേട്ട മാതിരി ഉണ്ടല്ലോ. എന്താ വിജി ഇത്? നീ ഇല്ലാത്തപ്പോ ഞങ്ങൾ എന്ത് സംസാരിക്കാനാ? എന്റെ അമ്മ, അച്ഛൻ, പിന്നെ ഫാമിലിയെ പറ്റിയാ സംസാരിച്ചേ. വേറൊന്നും ഞങ്ങൾ സംസാരിച്ചില്ല. നീ കള്ളൊന്നും പറയണ്ട. എന്റെ അമ്മയെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അകത്ത് പോയതിനു ശേഷം എന്തായാലും നിന്നെ പറ്റി സംസാരിച്ചിട്ടുണ്ടാവില്ല. എന്നെ പറ്റിയല്ലേ ചോദിച്ചത്? ഞാൻ ഒരുത്തന്റെ കൂടെ ഓടിപ്പോയില്ലേ? അവൻ എവിടെയാണ്, എന്താ ചെയ്യുന്നത്, എങ്ങനെയുള്ള ആളാ, ഞാൻ അവനെ കാണണം, അവന്റെ വീട് എവിടെയാ, ഇതൊക്കെയല്ലേ ചോദിച്ചോണ്ടിരുന്നത്? ഇല്ല വിജി, അത് പിന്നെ എന്നോട് നുണ പറഞ്ഞ് മാനേജ് ചെയ്യൊന്നും വേണ്ട. അവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാൻ തന്നെ ജീവിച്ച് കഷ്ടപ്പെടുന്നതായിട്ട് വിചാരിച്ച് എനിക്ക് നല്ലത് ചെയ്യുന്നതായി കരുതി എനിക്ക് ഇനിയും ഉപദ്രവം ഉണ്ടാക്കരുതെന്ന എന്റെ ഒരു പ്രാർത്ഥന. എനിക്കറിയാതെ അവരുടെ കൂടെ കൂടി അവര് പറയുന്നതെല്ലാം ചെയ്യാൻ നിൽക്കരുത്. വിജി, നിന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം തോന്നുക. നീ ഒരു പെൺകുട്ടിയും വെച്ചോണ്ട് ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടാ സഹിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു ഫ്രണ്ടായ എനിക്ക് അങ്ങനെ തോന്നുമ്പോ നിന്നെ പ്രസവിച്ച അമ്മയല്ലേ അത്? അവരുടെ വിഷമം ന്യായമല്ലേ വിജി? ഇത് നോക്ക് യമുന, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇന്ന് നിങ്ങളെ കാണുന്ന ഈ വിജയം നിങ്ങൾക്കറിയൂ. പക്ഷെ എന്റെ കഴിഞ്ഞു പോയ ജീവിതത്തില് ഞാൻ അനുഭവിച്ചതൊന്നും നിങ്ങൾക്കറിയില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ആരും അറിയിക്കാതിരുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരാളെ വിശ്വസിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടു. മരണം വരെ മറക്കാൻ പറ്റാത്ത വേദന അവൻ തന്നു. ഇനി അവന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ലെന്നുള്ള ബോധ്യത്തിലാണ് ഞാൻ എല്ലാം വിട്ടിട്ട് വന്നത്.